ഗുഡ് ഈവനിങ് എവറി വൺ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഇതിനോടനുബന്ധിച്ചാണ് ഇന്നത്തെ സെഷൻ ലേൺ വൈസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇഗ്നോന്റെ എക്സാംസ് നടക്കുകയാണ് നമുക്കറിയാം. അതിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ലേൺ വൈസിന്റെ എല്ലാ മെമ്പേഴ്സിനെയും ലേണേഴ്സിനെയും ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. മലയാളം കവിതാഗാന രചയിതാവും ബ്ലോഗറും കൂടിയായ ഉമ്പാച്ചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന റഫീഖ് തിരുവള്ളൂർ സാറാണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ്. Now, I would like to invite Abhay sir to introduce the special guest. Over to you, Abhay sir. താങ്ക് യു ശരണ്യ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യകാലം തൊട്ട് ബ്ലോഗ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഉമ്പാച്ചി എന്നുള്ളത്. സോ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല, പിന്നീട് വരുമ്പം 2013 ഇറങ്ങിയ അന്നേ റസൂലും സിനിമയിലെ സമ്മിലൂനി എന്ന വളരെ ആൾക്കാരെ ആകർഷിച്ച, അതുപോലെ ഇപ്പോഴും പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതിനുശേഷവും മറ്റു സിനിമകളിൽ കഠിന കഠോരമീ അന്ധകടാകം പോലുള്ള സിനിമയിലെ യാ റബ്ബേ തുടങ്ങിയ പാട്ടെല്ലാം തന്നെ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട പാട്ടുകളാണ്. അപ്പൊ ഈ പാട്ടുകളൊക്കെ തന്നെ, ഈ പാട്ടുകളുടെ വരികൾക്ക് പിറകിൽ റഫീഖയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പം അതുകൂടാതെ മറ്റ് കൃതികളിലേക്ക് വരുമ്പോഴും ഉപ്പിലിട്ടത്, വലിയ അശുദ്ധികളെ നാം ഉയർത്തുന്നു എന്നിങ്ങനെയുള്ള കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അപ്പൊ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ സന്തോഷത്തോടു കൂടി നമ്മുടെ ഓരോ ലേണേഴ്സിനും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്പാച്ചി. ഓവർ ടു യു റഫീഖ. ഓക്കെ. ഇവിടെ ആരൊക്കെ ഉള്ളതെന്ന് ഒരു ധാരണയില്ല. പക്ഷേ പല പ്രായക്കാരും പല തരക്കാരുമായ മനുഷ്യരിവിടെ ഉണ്ട്, പല 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 കരക്കാരുമായ മനുഷ്യരിവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. എൻ്റെ കൂടെ ഒരു സായാഹ്നം എന്നാണ് ഈ പരിപാടിയുടെ ടൈറ്റിൽ കണ്ടത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് പിന്നെ വർത്താനം പറഞ്ഞിരിക്കുക. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നൊന്നും ഒരാളൊന്നുമല്ല, പക്ഷേ സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്. കുറച്ചു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പുസ്തകം തയ്യാറാക്കുകയാണ്, യാത്രകളുടെ ഒരു പുസ്തകം തയ്യാറാക്കുകയാണ്. പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള യാത്രകൾ എഴുതുന്ന മനുഷ്യരുടെ കുറിപ്പുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു യാത്രയുടെ പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിന് എന്താണ് പേരിടുക എന്ന ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ, ഞാൻ അബുദാബിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ രാത്രി ഇങ്ങനെ അവനുമായി സംസാരിക്കുമ്പോൾ എൻ്റെ കുട്ടികളിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സഫർ എന്ന പേര് നിർദ്ദേശിച്ചു. നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു അറബി വാക്കാണ് സഫർ. അങ്ങനെ അത് അവനും ഇഷ്ടമായി, കാരണം നമ്മുടെ ഈ വല്യമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. അപ്പോൾ പണ്ടേയുള്ള മലയാളികൾക്ക് പരിചയമുള്ള ഒരു അറബി വാക്കാണ്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ പല രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന മുസ്ലിം സമൂഹങ്ങളുടെ ഭക്ഷണം, സംസ്കാരം, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ അതിൽ പോയിട്ടുള്ള ആളുകൾ, അപ്പോൾ എൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അതൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ അതിന് സഫർ എന്നുള്ള പേര് നിർദ്ദേശിച്ചു. പെട്ടെന്ന് എൻ്റെ മോൻ ചോദിച്ചു, ഈ പുസ്തകത്തിൽ വാപ്പാൻ്റെ സുഹൃത്ത് ചെയ്യുന്ന ഈ പുസ്തകത്തിൽ ചൈനയിലൂടെ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനൊരു 10 വയസ്സൊക്കെ ഉള്ള സമയമാണ്, 10 വയസ്സുള്ള പ്രായമുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ PDF കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇതിൽ ഉയ്ഗൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അദ്ദേഹം ചൈനയിലൂടെ പോയിട്ടുള്ള ആൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് വാപ്പ ചോദിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ കൺവെർസേഷനിൽ ഞാനും എൻ്റെ ഈ ഫാസിൽ ഫിറോസ് എന്നാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്യുന്ന ആളുടെ പേര്. അപ്പോൾ ഫാസിലും ഞാനും തമ്മിലുള്ള ഈ കൺവെർസേഷനിൽ എൻ്റെ മോനും കൂടെ ജോയിൻ ചെയ്യാണ്. ഞാനും മോനും ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്നു. ഫാസിൽ കുവൈത്തിലിരുന്നാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിതൊരു ആകർഷകമായി തോന്നി. ഒരു 10 വയസ്സുകാരൻ മകൻ ഉയ്ഗൂരിലെ ചൈനയിലെ ഉയ്ഗൂർ ദേശത്തെ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അതിൽ പോയ ഒരാൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ചൈനയുടെ മെയിൻലാൻഡിനെ വേർതിരിക്കുന്ന ഒരു വാട്ടർ ബോഡി, ഒരു ജലാശയമുണ്ട്. അതിനപ്പുറത്താണ് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾ താമസിക്കുന്നത്. അവരും മെയിൻലാൻഡിലെ ചൈനീസ് ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, യുദ്ധമുണ്ട്, സംഘർഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വാട്ടർ ബോഡി ക്രോസ് ചെയ്തുകൊണ്ട് ആളുകൾ ഉയ്ഗൂറിലേക്ക് ചൈനയിൽ നിന്ന് പോകുന്നത് ഉയ്ഗൂറിലെ ആളുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇങ്ങനെ നേരത്തെ നടന്ന പിന്നെ ജനോസൈഡിന് തുല്യമായ കൊലകളെക്കുറിച്ച്, ചൈനീസ് ഗവൺമെൻറ് ഈ കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന അട്രോസിറ്റീസിനെ കുറിച്ചൊക്കെ മോനിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ മോൻ ഇതൊക്കെ മനസ്സിലാക്കുന്നു, നമ്മുടെ മക്കൾ ഭയങ്കര പൊളിറ്റിക്കലാകുന്നു എന്നുള്ള ധാരണയിൽ ഞാൻ ഇതെവിടെ നിന്ന് ഇവന് കിട്ടുന്നു എന്നുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാണ്, ഇങ്ങനെ പപ്പാക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം മലേഷ്യയിലാണ്. അദ്ദേഹം 4-5 വർഷം ചൈനയിൽ പോയി ജീവിച്ച് ചൈനയിലെ മുസ്ലിം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബൃഹത് ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകം വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച് തരാം, മോന് വായിക്കാം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞ്, ബാപ്പ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ പുസ്തകത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? ബാപ്പാക്ക് അതൊന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ തിരഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ധാരാളം അവിടെ പോയിട്ടുള്ള ആളുകൾ പറയുന്നത് കണ്ടൂടെ, ആ നാട് കണ്ടൂടെ, ആ നാടിനെ കുറിച്ച് അവിടെ നിന്ന് ആളുകൾ പറയുന്നത് കണ്ടൂടെ? ഈ പുസ്തകത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഈ സംഭവം. ഞാനിത് പറയുന്നത് വായിക്കുക എന്നത് അത്ര പ്രധാനമൊന്നുമല്ലാത്ത അറിവിൻ്റെ പുതിയ ഉറവിടങ്ങളിലേക്ക് നമ്മുടെ ശേഷം വന്നവർ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ വായനയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അറിവിൻ്റെ ഉറവിടങ്ങൾ മാറി എന്ന ഒരു ഉറച്ച ധാരണയോടെ മാത്രമേ ഇനി നമ്മൾ പുസ്തകങ്ങളെ സമീപിക്കാവൂ എന്നതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ വായനയുടെ പാരമ്പര്യമോ വീട്ടിൽ പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് വളരെ ആകസ്മികമായി, വളരെ അവിചാരിതമായി മതപഠനത്തിന് വേണ്ടി മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥാപനത്തിലേക്ക് പോയ ആളാണ്. ചെറുപ്പത്തിൽ എന്നെ വീട്ടുകാരെ അവിടെ കൊണ്ടാക്കിയതാണ്. പക്ഷെ അവിടെ ധാരാളം വലിയ പുസ്തകങ്ങളുള്ള വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഉസ്താദുമാർ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിക്കാൻ ശ്രമിച്ചിട്ടാണ് പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ചെങ്കിലും എഴുതാനൊക്കെ കഴിയുന്ന ഒരാളായി മാറിയത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ എന്നത്, വായന എന്നത് എൻ്റെ ജീവിതത്തെ നിർണയിച്ച കാര്യമാണ്. പക്ഷേ അതിൻ്റെ നൊസ്റ്റാൾജിയകളിൽ നിന്ന് വായനയെക്കുറിച്ചുള്ള നമ്മൾ വായനയെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാൽപ്പനികതയിൽ നിന്നൊക്കെ, ഇപ്പോൾ പുസ്തകത്തിൻ്റെ മണം എന്നൊക്കെ നമ്മൾ ഭയങ്കര ആവേശത്തിൽ പറയും. പക്ഷെ നമ്മുടെ മക്കൾക്കൊന്നും പുസ്തകത്തിൻ്റെ മണം എന്നൊരു മണമില്ല. പുസ്തകം മറിക്കുന്നതിൻ്റെ, ആ പേജ് മറിയുന്നതിൻ്റെ കിരുകിരു ശബ്ദത്തിൽ നിന്നാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടായതെന്നൊക്കെ പഴയ മഹത്വജനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ 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 വായന, ഭാവന ഇതെല്ലാം മാറിപ്പോയ ഒരു കാലത്ത് ആണ്. അതുകൊണ്ട് ആ അറിവിൻ്റെ സോഴ്സുകളെ നമ്മൾ എങ്ങനെ സ്വായത്തമാക്കുന്നു എന്നുള്ള അന്വേഷണങ്ങളിലേക്ക് ആണ് പോവേണ്ടത് എന്ന ഒരു കാര്യം ആമുഖമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി എൻ്റെ വീട്ടിനകത്ത് നിന്നുള്ള ഒരു ഇൻസിഡൻറ്റ് കൂടെ പറയാം.
കാരണം ഞാനിവിടെ കാണുന്നതൊക്കെ പിന്നെ മുതിർന്ന പൗരന്മാരെയാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നത് ഇത് ചെറിയ കുട്ടികളുള്ള അല്ലെങ്കിൽ വലിയ കുട്ടികളുള്ള, ഇതിപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളാണ്. കുട്ടിത്വത്തിൽ വലുതായിപ്പോയ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഏഹ് എൻ്റെ മോള് നമ്മുടെ ഈ മതപഠനത്തിന് വേണ്ടിയിട്ട് മദ്രസ സംവിധാനം ഉണ്ടല്ലോ. അപ്പം എൻ്റെ മോള്, ചെറിയ മോള്, മോൾക്ക് ഇപ്പം 10 വയസ്സായിട്ടുള്ളൂ. ഇത് ആ കോവിഡിൻ്റെ സമയത്ത് അവൾ മദ്രസയിൽ ജോയിൻ ചെയ്തു. ഓൺലൈൻ മദ്രസയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉസ്താദ് ഈ ചെറിയ ഖുർആൻ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും കുട്ടികളോട്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പം ഇങ്ങനെ പല കഥകളുണ്ട് അന്തരീക്ഷത്തിൽ. ഈ ഔലിയാക്കന്മാരെന്ന് പറയും, അല്ലെങ്കിൽ വലിയ സിദ്ധന്മാർ, നമ്മളെ പുണ്യാളന്മാരായിട്ടുള്ള മനുഷ്യന്മാർ. പുണ്യാളന്മാരെപ്പോഴും വ്യാജന്മാരും ആവാലോ. അപ്പോൾ ഈ പുണ്യാളന്മാരെ കുറിച്ചുള്ള കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഒരു കഥ, ഒരു പുണ്യാളൻ ഒരു തീവണ്ടി നിർത്തിയ കഥ ഈ ഉസ്താദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പിന്നീട് ആ മദ്രസയിൽ നിന്ന് എൻ്റെ മോളെ മാറ്റി. പക്ഷേ അതല്ല, എനിക്ക് അതിലെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മോൾക്ക് ഇദ്ദേഹം ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് പാഠഭാഗങ്ങളെക്കാൾ താല്പര്യം കഥകൾ കേൾക്കാനായിരിക്കും. അപ്പോൾ ഇവൾ വളരെ ആവേശത്തോടെ കഥ കേൾക്കുമ്പോൾ ഞാനും ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട്. അപ്പോൾ ഈ തീവണ്ടി തടഞ്ഞ ഒരു പുണ്യാളൻ്റെ കഥയാണ് പറയുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി അദ്ദേഹം കൈ കാണിച്ചപ്പോൾ നിർത്തി എന്നൊക്കെ ഉസ്താദ് ഇങ്ങനെ വളരെ ആവേശത്തിൽ പറയുമ്പോൾ എൻ്റെ മോള് വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, പീക്കാച്ചു വേണമെങ്കിൽ തീവണ്ടി പറപ്പിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾക്ക് ഈ പുണ്യപുരാണങ്ങളിലെ കഥകളും ഈ ഇത്തരം പുണ്യാളന്മാരുടെ അത്ഭുത പ്രവൃത്തികളൊക്കെ നമ്മളിൽ കൗതുകവും അത്ഭുതവും ഉണ്ടാക്കിയത് നമ്മൾ ചെറിയ ഭാവനയിൽ ജീവിച്ചിരുന്നവർ കൊണ്ടാണ്. അപ്പം നമ്മുടെ മക്കള് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ആനിമകളും മൂവികളൊക്കെ അവരുടെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചാൽ അതിൽ നിന്ന് പവർ വരുന്നത് നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടിക്ക് ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ റിയാലിറ്റിയാണത്. അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ള കുട്ടികളോട് ഈ അതെ, ഈ പുണ്യാളന്മാർ തീവണ്ടി നിർത്തി എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് പീക്കാച്ചു തീവണ്ടി പറപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഉസ്താദ് പോലും വിചാരിക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഈ പീക്കാച്ചു എന്ന് പറഞ്ഞാൽ ഏതോ എനിക്കറിയാൻ പറ്റാതെ പോയ പുണ്യാളനായിരിക്കും എന്നാണ്. അത്രക്ക് ഭാവനയുടെ ദേശം, ഇതിനെ ഭാവനയുടെ ദേശം എന്നാണ് ഞാൻ വിളിക്കുക. കാരണം മാറിപ്പോയി. ഈ ഞാൻ പറഞ്ഞു വരുന്നത് പ്രധാനമായും ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത് ഭാവനയുടെ ദേശത്ത് ജീവിക്കാനുള്ള നമ്മൾ നടത്തുന്ന ശ്രമമാണ്. അതിൽ ലോകം ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിക്കാത്ത മക്കളെ കുറിച്ചുള്ള പിന്നെ അവർക്കൊക്കെ ജീവിതം നഷ്ടമാവുന്നൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആദികളുണ്ടായിരുന്നു എൻ്റെ ഒരു കാലത്ത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആദികളില്ല. കാരണം അവർ നമ്മളെക്കാൾ വലിയ ഭാവനയുടെ ദേശങ്ങളിൽ ജീവിക്കാൻ ശീലിക്കുകയും ഭാവനയുടെ ദേശങ്ങളും ഭാവനയുടെ വൻകരകളും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ ബാക്കിയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭാഷ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഭാഷ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഭാഷ തന്നെയും പുതുക്കപ്പെടേണ്ട ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെയുള്ള നമ്മുടെ ധാരണയിൽ ഭാഷ എന്നത് വളരെ ഉറച്ചു കിടക്കുന്ന ഒരു 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 സ്റ്റാൻഡേർഡ് മലയാളം ഒക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പം വ്യക്തിപരമായിട്ട് എഴുതി തുടങ്ങിയ കാലത്ത് ഞാനിങ്ങനെ സംസാരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് അപ്പോൾ ഞാൻ വടക്കൻ മലബാറിൽ തിരുവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, വടകരയിലെ തിരുവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പം ചെറുപ്പത്തിൽ മതം പഠിക്കാൻ പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പം എൻ്റെ വായനയുടെയും എൻ്റെ ആലോചനകളുടെയൊക്കെ ഒരു ലോകത്ത്
ലോകത്തിനൊരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏഹ്, ഞാൻ വളർന്ന സാഹചര്യത്തിലുള്ള ഭാഷ വളരെ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ എഴുതിയ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ അന്നയും റസൂൽ എന്ന് പറഞ്ഞ സിനിമയിൽ ജമ്മിലൂനി എന്ന് പറയുന്ന ഷഹബാസ് അമൻ ഇടയ്ക്കൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഞാൻ എഴുതിയതാണ്. അപ്പം ഞാൻ മനഃപൂർവ്വം എന്നല്ല പറയുന്നത്, ആ പാട്ടിലൊക്കെ ഉള്ള ഭാഷ വാസ്തവത്തിൽ അത് എൻ്റെ ഭാഷയാണ്, എൻ്റെ വീട്ടിലെ ഭാഷയാണ്. ഇപ്പോൾ കിസ്സ എന്ന വാക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മാമ ഉപയോഗിച്ച വാക്കാണ്. കിസ്സകളിൽ ഇഷ്ക് എന്നത് ഞങ്ങളുടെ വീട്ടിലെ വാക്കാണ്. ഇപ്പോഴത്തെ വീട്ടിലെ അല്ല, ഞാൻ കുട്ടിയായിരുന്ന കാലത്തെ വീട്ടിലെ. കിസ്സകളിൽ ഇഷ്കിൻ്റെ അജബ്, അത്ഭുതത്തിന് നമ്മൾ പ്രായം ചെന്നവരെ അജബ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കിസ്സകളിൽ ഇഷ്കിൻ്റെ പ്രണയത്തിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞ സിദ്ധൻ, മരണമാണ് പ്രണയം എന്ന് ആ പാട്ടിനെ കുറിച്ചല്ല എൻ്റെ വിഷയം. അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ ഈ ഭാഷയിലാണ് ഞാൻ എഴുതേണ്ടത് എന്ന ഒരു ബോധമുണ്ടായി. ആ ബോധം ഉണ്ടായത് എങ്ങനെയാണെന്നും കൂടി പറയാം. ഞാൻ എല്ലാ മലയാളികളെയും പോലെ വായനയുടെ ഒരു ഘട്ടത്തിൽ ബഷീറിലാണല്ലോ എല്ലാവരും തുടങ്ങുക. ബഷീറിൽ തുടങ്ങി മാധവിക്കുട്ടിയിൽ വന്ന് നിന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എല്ലാം വായിക്കുന്നത് അവരിൽ നിന്നാണ്. അങ്ങനെ ഞാനൊരു അതിര് കവിഞ്ഞ മാധവിക്കുട്ടി ആരാധകനായി മാറി. ഞാൻ അവരെ കാണാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ, പലതവണ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ എനിക്ക് കോളേജിൽ പഠിക്കാനൊന്നുള്ള അവസരങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത്തരം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെ ഞാൻ കണ്ടിരുന്ന പരിഹാരം എനിക്കിഷ്ടമായ എഴുത്തുകാരുടെ വീട്ടുകളിൽ പോയിട്ട്, സാധാരണ കോളേജിലൊക്കെ പോകുന്ന നിങ്ങളെക്കാൾ അല്ലെങ്കിൽ ബാക്കി ആളുകളെക്കാൾ അവർക്ക് കിട്ടുന്ന പ്രിവിലേജസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, എനിക്കിഷ്ടമാകുന്ന എഴുത്തുകാർക്ക് കത്തെഴുതുക, അല്ലെങ്കിൽ അവരെ പോയി കാണാൻ പറ്റുമെങ്കിൽ. അപ്പം നിത്യേന ഞാൻ പോയിക്കൊണ്ടിരുന്ന രണ്ടാളുകളൊന്ന് എൻ്റെ ചെറുപ്പത്തിൽ എം വിജയ മാഷാണ്, വേറൊന്ന് മാധവിക്കുട്ടിയും. അങ്ങനെ മാധവിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് അവർ കമലാസുരയായി മാറി. ഏകദേശം ഒരേ സമയത്തായത് രണ്ടും നടക്കുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ അവർ എൻ്റെ ഉമ്മാൻ്റെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാം, പൈസയൊക്കെ തരും. കൊച്ചിയിലേക്ക് നമ്മൾ പോയാലും നമുക്ക് ചിലവൊന്നുമില്ല. അങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കവിത എഴുതി തരണം എന്ന് പറഞ്ഞു. എനിക്ക് സൂക്ഷിക്കാം, ഞാൻ കവിത എഴുതുന്നുണ്ട് ആ സമയത്ത്. അപ്പം അന്നത്തെ എൻ്റെ ഒരു കവിത എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് അറിയാവുന്ന ഒരു വാക്ക്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതൊരു മോശം വാക്കാണെന്ന് വിചാരിക്കുകയും അതിന് പകരം വേറൊരു വാക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്ത് രീതിയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് കനമുള്ള, എല്ലാവർക്കും മനസ്സിലാവാത്തൊരു വാക്ക് ഉപയോഗിച്ചാൽ അതായിരിക്കും സാഹിത്യം എന്ന് വിചാരിക്കുന്ന ഒരു ബോഷ്കിൻ്റെ കാലഘട്ടം. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവരടുത്ത് പോയിട്ട് ഒരു കവിത ചോദിക്കും. എന്നാൽ ഞാൻ ആരാധന കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരെനിക്ക് വേണ്ടി ഒരു കവിത എഴുതുന്നു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികമായ അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച്, അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ള പേപ്പറിൽ അവർ എനിക്ക് വേണ്ടി ഒരു കവിത എഴുതാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് അവർ ഇംഗ്ലീഷിൽ ആലോചിക്കുകയും മലയാളത്തിലേക്ക് മനസ്സ് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം എന്നോട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഈ ഇൻവൈഡ് രാജ്യങ്ങൾ, വേറെ രാജ്യങ്ങളെ കോൺകർ ചെയ്യുന്നതിൻ്റെയും ഒക്കെ വാക്ക് എന്താണെന്ന് ചോദിച്ചു പെട്ടെന്ന്. അപ്പോൾ ഞാൻ അന്ന് നമ്മൾ ഈ ഇറാഖ് യുദ്ധമൊക്കെ നടക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ അധിനിവേശം എന്നുള്ള വാക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അധിനിവേശം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് കിളികളുടെ അധിനിവേശം കണ്ടിട്ടുണ്ടോ എന്ന് എഴുതി. അവരിങ്ങനെ വായിച്ചു, കിളികളുടെ അധിനിവേശം കണ്ടിട്ടുണ്ടോ, എന്നിട്ട് ഇതെന്ത് വൃത്തികെട്ട വാക്കാണ് എന്ന് പറഞ്ഞിട്ട്, നമ്മളിതിന് കടന്നാക്രമണം എന്നല്ലേ പറയാ, കുട്ടിക്ക് എന്താ അത് തോന്നാഞ്ഞത്, നമ്മളിതിന് കടന്നാക്രമണം എന്നല്ലേ പറയാ എന്ന് പറഞ്ഞിട്ട് അവർ ആ വാക്ക് വെട്ടി കടന്നാക്രമണം എന്ന് എഴുതി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതത്തിലെ നമ്മൾക്കൊരു എൻലൈറ്റൻമെൻ്റ് ഒക്കെ ഉണ്ടാവൂലേ, അങ്ങനെയുള്ളൊരു മുഹൂർത്തമായിരുന്നു അത്. കാരണം
ഈ കടന്നാക്രമണം എന്ന് പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വാക്ക് മോശമാണെന്നും അതിനൊരു കനം പോരെന്നും അതിനൊരു ഗൗരവം പോരെന്നും നമ്മൾ വിചാരിക്കുകയും നമ്മൾ അധിനിവേശം എന്നൊക്കെയുള്ള കനപ്പിച്ച് പറയുന്ന അപരിചിതമായ ഒരു വാക്കിനെ തെരഞ്ഞു പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അതല്ല ഭാഷ, എൻ്റെ ഭാഷ ഞാൻ അറിയുന്ന. അപ്പോൾ പിന്നെ എനിക്ക് ധാരണ വന്നു, ഈ നമ്മുടെ ഓർമ്മയിലേക്ക്, നമ്മുടെ വിരൽത്തുമ്പിലേക്ക്, നമ്മുടെ നാവിൻ തുമ്പിലേക്ക് ആദ്യം വന്നെത്തുന്ന വാക്കാണ് നമ്മുടെ വാക്ക്. ആ വാക്കിനെ ഉപേക്ഷിക്കുകയും മറ്റാർക്കോ വേണ്ടി നമ്മുടേതല്ലാത്ത വാക്കുകൾ തെരഞ്ഞു പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഷാ വ്യവഹാരത്തിൽ നിന്നും ഞാൻ നേരെ മറ്റൊരു ഭാഷയിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ എഴുതിയിരുന്ന കവിതകളിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്കും എനിക്ക് അറിയാവുന്ന പരിസരങ്ങളിലേക്കും മാറി. പക്ഷേ ആ കവിതകളൊന്നും ആരും പബ്ലിഷ് ചെയ്തില്ല. വളരെ കാലം പബ്ലിഷ് ചെയ്യപ്പെടാതിരുന്ന ആ കവിതകൾ വെച്ച് പത്രാധിപന്മാർ തിരിച്ചയക്കുന്ന കവിതകളൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ജീവിച്ച കുറേ കാലമുണ്ട്. പിന്നെയാണ് ബ്ലോഗ് എന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പം ബ്ലോഗിൽ നമുക്ക് അവനവൻ പ്രസാധനത്തിൻ്റെതായ ഒരു കാലം വന്നു. പത്രാധിപന്മാർ ഇപ്പം മാതൃഭൂമി ആശുപതിപ്പിലാണെങ്കിലും മറ്റ് ദേശാഭിമാനി വാരികയിലാണെങ്കിലും ഭാഷാഭൂഷണിയിലൊക്കെ ആണെങ്കിൽ ഈ വാരികകളിൽ നിന്നൊക്കെ എൻ്റെ കവിതകൾ തിരിച്ചയച്ചിട്ടുണ്ട്. ചിലർ കവിത കൊള്ളാം, സ്ഥലമില്ല, സ്ഥലപരിമിതി മൂലം ഉൾപ്പെടുത്താനാവില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കും. പക്ഷേ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഭാഷ, ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ജീവിതം എനിക്ക് അറിയാവുന്നതായിരുന്നു, എൻ്റെ വീട്ടിലേതായിരുന്നു, എൻ്റെ വീട്ടിന് ചുറ്റുമുള്ളതായിരുന്നു. അപ്പോൾ ഈ തിരിച്ചയക്കപ്പെട്ട കവിതകളിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പത്രാധിപന്മാർക്ക് ഈ കവിത തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഈ കവിതയിൽ പറയുന്ന ഭാഷയോ ഈ കവിതയിൽ പറയുന്ന ജീവിതവും അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് നിരസിക്കപ്പെട്ടത്. പക്ഷെ ബ്ലോഗ് വന്നു 2005 മുതൽ. മലയാളത്തിലെ ആദ്യത്തെ ഒരു 10 ബ്ലോഗർമാരിലൊക്കെ ഒരാളായിട്ട് ചിലപ്പോൾ ഞാൻ ഉണ്ടാവും. അപ്പോൾ ബ്ലോഗ് വന്നപ്പോൾ ഞാൻ എൻ്റെ കവിതകൾ അവിടെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അവിടെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പുതിയ തരം വായനക്കാർ, ഒരു പുതിയ തരം എഴുത്തുകാർ വളരെ സ്നേഹപൂർവ്വം, വളരെ വാത്സല്യത്തോടെ ഈ കവിതകൾ വായിക്കാനും എൻ്റെ കവിതകളെ തിരിച്ചറിയാനും തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഭാഷ എങ്ങനെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതോടെ ആ കാലത്തുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സർവകലാശാല അക്കാദമിക ലോകങ്ങളിൽ നിന്ന് ഭാഷ പഠിച്ചവരും അല്ലെങ്കിൽ ഭാഷയിൽ നിശ്ചിതമായ മാനദണ്ഡങ്ങളിൽ ഉള്ള വാക്കുകൾ ഉപയോഗിക്കണം, രീതിയിൽ സംസാരിക്കണം, നമ്മൾ ഈ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം മലയാളത്തിൽ തന്നെ പിന്നെ ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അറിയാൻ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്ക് 6 നാട്ടിൽ 100 ഭാഷ എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ നാട്ടിൽ വടകരയിലും തിരുവള്ളൂരിലും ഉപയോഗിക്കുന്ന മലയാളം അല്ല പേരാമ്പ്രയിൽ. കൊയിലാണ്ടി എത്തുമ്പോൾ വേറൊരു മലയാളം ഉണ്ട്, കോഴിക്കോട് എത്തുമ്പോൾ വീണ്ടും മലയാളം മാറുന്നുണ്ട്. ഈ മാറ്റമൊക്കെ വാസ്തവത്തിൽ ഭാഷയെ ധന്യമാക്കുകയാണ് ചെയ്തിരുന്നത്. ഈ വാക്കുകൾ ഇപ്പം ഇന്നലെ തന്നെ ഞാൻ എഴുതിയ ഒരു പോസ്റ്റിൽ ആലിംഗനം എന്ന വാക്കുണ്ട്. അപ്പോൾ തിരുവള്ളൂരിലെ ഒരു മനുഷ്യന് ആലിംഗനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ തിരുവള്ളൂരിലെ മനുഷ്യർ പൊത്തിപ്പിടിക്കുക എന്ന് പറയും, പൊത്തിയേക്കുക എന്ന് പറയും. പൊത്തിയേക്കുക എന്ന് പറയുന്നതിൻ്റെ സ്നേഹം ഈ ആലിംഗനത്തിലോ ആശ്ലേഷത്തിലോ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ വാക്കുകൾ, ഞാൻ ഭാവനയുടെയും വായനയുടെയും അറിവിൻ്റെ ഉറവിടങ്ങളുടെ ഒക്കെ മാറിപ്പോകുമ്പോഴും നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത്, ഞാൻ വിചാരിക്കുന്നത്, ഈ വാക്കുകളെയാണ്. ഈ നമ്മുടേതായ വീട്ടകങ്ങളിലുള്ള, നമ്മുടേതായ ഗ്രാമങ്ങളിലുള്ള, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ വാക്കുകൾ ആരുണ്ടാക്കിയെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ വാക്കുകൾ ഉപയോഗിച്ച് അതിലേക്ക് ജീവിതം കലർന്നു പോയിട്ടുണ്ട്. അച്ഛന്മാർ, അമ്മമാർ, ഉമ്മമാരൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒറ്റ വാക്കിൽ അവർ പ്രകടിപ്പിക്കും. അപ്പോൾ ഈ സാഹിത്യം എന്നതിലേക്ക് ആണ് ഞാൻ വരുന്നത്. ഈ നമുക്ക് പറയാനുള്ളത്, കവിതയെക്കുറിച്ച് പറയാറുള്ളത്, കവിത വികാരങ്ങളുടെ ഓവർഫ്ലോ ആണെന്നാണ്. ഈ ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് എന്നൊക്കെ നമ്മൾ സാഹിത്യ വിദ്യാർത്ഥികളായിട്ട് നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ
ഏറ്റവും കവിഞ്ഞ വികാരത്തിൽ ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം സാഹിത്യമാണ്. ഏഹ് മനുഷ്യർ സംസാരിക്കുമ്പോഴുണ്ടാവുന്നതാണ്, മനുഷ്യർ പരസ്പരം മിണ്ടുമ്പോഴുണ്ടാവുന്നതാണ് സാഹിത്യം എന്നാണ്. അല്ലാതെ ഇത് ഇങ്ങനെ നിർദ്ദിഷ്ടമായ ഏതെങ്കിലും ഒരു പാറ്റേണിൽ പ്രവർത്തിക്കുന്നതല്ല. ഇങ്ങനെയുള്ള സാഹിത്യത്തിന് പത്രാധിപന്മാരുടെ ശല്യമില്ലാതെ, പിന്നെ വിധികർത്താക്കളുടെ ശല്യമില്ലാതെ മനുഷ്യരിലേക്ക് വരാനും വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം, വായനയുടെയും ഭാവനയുടെയും ഒരു പുതിയ ദേശം ഉണ്ടായിക്കഴിഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ വൈകുന്നേരത്തെ ആകാശം നോക്കിയിട്ട് എൻ്റെ ഉമ്മാമ ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക്, പിന്നെ മൊയിലിയാറെ മുണ്ട് നീലം മുക്കിയതുപോലെ ഉണ്ടല്ലോ എന്നാണ്. ഈ പള്ളിയിലെ ഉസ്താദ് അയാളുടെ മുണ്ട് നീലം മുക്കി ഉണങ്ങാനിട്ട അയലിൽ, അപ്പോൾ ഈ പണ്ട് ഉജാല വരുന്നതിന് മുമ്പുള്ള ഈ പൊടി നീലമുണ്ടല്ലോ, അത് മുക്കിയാൽ മുണ്ടിൻ്റെ പല ഭാഗങ്ങളിലും നീല നിറം കൂടുതലും കുറഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു കിടക്കും. അപ്പോൾ ആകാശത്ത് പല നിറങ്ങളിൽ മേഘം വ്യാപിച്ച് കിടക്കുന്ന ഒരു ആകാശത്ത് നോക്കിയിട്ട് മൊയിലിയാർ മുണ്ട് നീലം മുക്കിയതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഉമ്മാമയാണ് എൻ്റെ അനുഭവത്തിലെ ആദ്യത്തെ ബഷീർ. അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഭാഷയിലെ വാക്കുകളും ഏഹ്, നമ്മുടെ മിണ്ടലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഗൾഫിലൊക്കെ വന്ന് അത്യാവശ്യം എൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട് എന്ന് ആളുകൾ വിചാരിക്കുന്ന ഒരു സമയത്ത്, ഞാൻ നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു സ്ത്രീ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഉമ്മാൻ്റെ സുഹൃത്താണ്. അപ്പം ഉമ്മ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചിട്ട് നീ ഒന്ന് പോയി അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായും എൻ്റെ ഒരു ഗർവിലും അഹന്തയിലും നമുക്ക് അങ്ങനത്തെ കുറേ വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ എന്തെങ്കിലും പൈസ അവർക്ക് കൊടുത്തിട്ട് അവർ ഒഴിവാക്കി, ഞാൻ ഉറങ്ങട്ടെ എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, അവർ നിൻ്റെ പൈസക്കൊന്നും വന്നതല്ല, നീ അവരോടൊന്ന് സംസാരിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാ അമ്മ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ ഉമ്മ പെട്ടെന്ന് പറഞ്ഞൊരു വാക്ക്, അതൊരു പൊറുതികേടിൻ്റെ പർദീസയെന്ന് വന്നതാണെന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ ഒരാളായതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ അച്ഛന്മാരും നിങ്ങളുടെ അമ്മമാരൊക്കെ നിത്യേന നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇത്തരം വാക്കുകൾ കാണാൻ കഴിയും. അപ്പോൾ ഉമ്മ പറയുന്നത്, ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വളരെ പിന്നെ അത്യാവശ്യം ഭേദപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വേവലാതിപ്പെടുന്ന ഒരു സ്ത്രീ എന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഉമ്മ അതിന് ഉപയോഗിച്ച വാക്ക് പൊറുതിയേടിൻ്റെ പർദീസ എന്നാണ്. അപ്പം ഇങ്ങനെ മനുഷ്യർ സംസാരിക്കുന്നുണ്ട് എല്ലാ കാലത്തും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം കേരളത്തിലൊക്കെ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒളു എടുക്കുക എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞിരുന്നത് ഒളു അർപ്പിക്കുക എന്നാണ്, ഒളു അർപ്പിക്കുക എന്നാണ് പറയുക. പക്ഷെ അപ്പോൾ ആ വാക്ക് ഒളു എടുക്കുക എന്നതിൽ ഉള്ളതിനേക്കാൾ അർത്ഥമുണ്ട് ഈ അർപ്പിക്കുക എന്നുള്ളതിൽ. എല്ലാ ആരാധനകളും ഒരുതരം അർപ്പണമാണല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ വാക്കുകൾ ഇങ്ങനെ കിള്ളിപ്പൊളിച്ച് പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും എല്ലാ മനുഷ്യരും സാഹിത്യകാരന്മാരായിരുന്നു. സാഹിത്യം എന്നതിന് നമ്മുടെ ഭാഷയിലുള്ള ഒരു ലഘുവായ അർത്ഥം, ആ വാക്കൊന്ന് പൊളിച്ചു നോക്കിയാൽ മതി. സഹിതം എന്ന് നമുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഏഹ് കുടുംബസഹിതം, കുടുംബസമേതം എന്നൊക്കെ നമ്മൾ കത്തുകളിലൊക്കെ പണ്ട് കല്യാണ കത്തിലൊക്കെ എഴുതിയിരുന്നു. സഹിതം എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം, കൂടെയുള്ളത്. രഹിതം എന്ന് പറഞ്ഞാൽ കൂടെ ഇല്ല, സഹിതം എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ട് എന്നാണ്. ഈ കൂടെയുള്ളത് എന്ന വാക്കിൽ നിന്നാണ്, കൂടെയുള്ളത് എന്ന അർത്ഥമുള്ള സഹിതം എന്ന വാക്കിൽ നിന്നാണ് സാഹിത്യം എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ കൂടെയുള്ളതാണ്. നമ്മൾ നമ്മൾ പറയാനുള്ള കാര്യം, എഴുതാനുള്ള കാര്യം നമുക്ക് തന്നെ ഒരു ആശ്ചര്യവും ആഹ്ലാദവും ഒക്കെ തോന്നത്തക്ക വിധത്തിൽ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ എല്ലാ മനുഷ്യരും സാഹിത്യകാരന്മാരാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അളവിനനുസരിച്ച് ഒരാൾ വലിയ സാഹിത്യകാരനോ ചെറിയ സാഹിത്യകാരനോ ആവുന്നു. അവനവനെ ആവിഷ്കരിക്കാനുള്ള പലജാതി സന്നാഹങ്ങളുള്ള ഒരു ലോകത്ത്, ഒരു കാലത്ത് പിന്നെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ഒരു ബോധം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാഷയെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ചൊക്കെ
വേണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ സിദ്ധാന്തങ്ങളും പിന്നെ നിലവിലുള്ള നിർവചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിന് ഞാൻ വിചാരിക്കുന്നത് ഇവിടെയുള്ള എന്നെപ്പോലെ മുതിർന്ന വയസ്സന്മാരായ പിന്നെ പ്രായം ചെന്ന മനുഷ്യർ ഇനിയെങ്കിലും നമ്മൾ സാഹിത്യം എന്നത് പുറത്തുള്ള ഒന്നല്ലെന്നും നമ്മുടെ കൂടെയുള്ള ഒന്നാണെന്നും തിരിച്ചറിയുക. ആ ആ തിരിച്ചറിവിൽ ഇനിയുള്ള കാലത്തെങ്കിലും ആവിഷ്കരിക്കാൻ ശ്രമിക്കുക. ഒരു നല്ല നല്ല രണ്ട് വാക്ക് എഴുതി പിന്നെ നമ്മുടെ ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രണയിനിയോ ഭാര്യയോ നമ്മുടെ മക്കളോ ഓർമ്മിക്കുന്ന ഒരു നല്ല രണ്ട് വാക്ക് ജീവിതത്തിൽ പറയാനും എഴുതാനും കഴിഞ്ഞാൽ ഏഹ്, ജന്മം സാർത്ഥകമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഏഹ്, അതിന് ഏഹ്, അതിന് അതിന് പറ്റിയ കാലമാണിത്. ഇപ്പം ഞാൻ എൻ്റെ ഭാഷയെ എനിക്ക് പരിചിതമായ വാക്കുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം എഴുതണം എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വായിൽ വരുന്ന എൻ്റെ വിരലിൽ വരുന്ന ആദ്യത്തെ വാക്കിനെ ഉപേക്ഷിക്കാതിരിക്കുകയും ആ വാക്കിനെ എടുക്കുകയും അതിനെ ഓമനിക്കുകയും ചെയ്യുന്ന ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. അല്ല, ബഷീറിനെ കുറിച്ച് എഴുതുമ്പോൾ എം വിജയമാഷ് എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഏഹ്, വാക്കുകൾ ഞങ്ങളെ എടുത്തോമനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ പിന്നാലെ കരഞ്ഞു നടന്നു എന്നാണ്. ബഷീറിന് പിന്നാലെ വാക്കുകൾ ഞങ്ങളെ എടുത്തോമനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നടന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ വഴികളിലൊക്കെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന അനേകായിരം വാക്കുകളുണ്ട്. ഈ വാക്കുകളിൽ കുറച്ചെണ്ണത്തിനെങ്കിലും എടുത്ത് ഓമനിക്കുക. ആ ഓമനത്വമുള്ള വാക്കുകളിൽ നമ്മളെ തന്നെ പതിപ്പിച്ചു വെക്കുക. ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഇന്ന് പറയേണ്ടത്. ഏഹ്, ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. ഓക്കെ. അപ്പം റഫീഖ് സംസാരിച്ച കാര്യങ്ങളിലും അതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളും പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. സോ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ സാഹിത്യത്തെ പറ്റി ആയിക്കൊള്ളട്ടെ, റഫീഖയുടെ കൃതികളെ പറ്റി ആയിക്കൊള്ളട്ടെ, ചോദിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം ഉണ്ട്. നമസ്കാരം. ഈ എഴുത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചിരപരിചിതമായ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഭാഷ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുമ്പോഴാണ് ആ സാഹിത്യത്തിനൊരു നിറം വരുന്നത്. ഈ വി കെന്റെ എഴുത്തുകൾ നമുക്കറിയാം. വി കെന്റെ എഴുത്തുകൾ, അതുപോലെ തന്നെ അയ്യപ്പന്റെ എഴുത്തുകൾ, അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്, ആ പുള്ളിയുടെ എഴുത്തുകൾ, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഈ പൗലോ കൊയ്ലോയുടെ ഇതൊക്കെ ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വെച്ചാൽ ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഭാഷയെ ഉൾക്കൊള്ളാനാണ് ജനങ്ങൾക്ക് താല്പര്യം വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടം നമ്മള് പരിചിതമായ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ എഴുതുന്ന എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ എഴുത്തച്ഛന്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വെള്ളത്തോളം ആ കാലഘട്ടങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു ചട്ടക്കൂട് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തും എഴുതാം. അതാണ് ശരിക്കും ഇപ്പം സാഹിത്യത്തിനുണ്ടായ ഒരു മാറ്റം. മറ്റേത് നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മൾ ചില ഭാഷകൾ അല്ലെങ്കിൽ ചില ആംഗലേയ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് എഴുതുന്നതാണ് എന്താ പറയുന്നത് കുറച്ച് പവർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ശരിക്കും ജനങ്ങള് അല്ലെങ്കിൽ ഈ സാഹിത്യകാരന്മാര് തിരിഞ്ഞു ചിന്തിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായ ഒരു മെച്ചമാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത്. ആർക്കും എന്തും എഴുതാം. 4 ലൈൻ എന്താ പറയുന്നത് എഴുതി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുന്നത് കവിതയായി തന്നെ മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. അത് ഇതിന് കൃത്യമായിട്ടൊരു നിർവചനം ഇന്ന് ഈ എന്താ പറയുന്നത് സാഹിത്യത്തിന് പറയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് നമ്മുടെ എന്താ പറയുന്നത് കാലഘട്ടം മാറിയതാണ്. അതൊരു വലിയൊരു മെച്ചമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളുടെ എഴുത്തുകൾ വായിച്ചിട്ടില്ല, എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ലളിതമായ ഭാഷകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുന്നത് ആ രീതിയിലേക്ക് എഴുത്തിനെ മാറ്റി എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ. നിങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞതിൽ എല്ലാവർക്കും അവരവരുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള
ഒരു സാഹചര്യം ഉണ്ടായി. ആ അർത്ഥത്തിൽ ഭയങ്കര ഡെമോക്രാറ്റിക്കൽ ആയി മാറി നമ്മുടെ ഭാഷാ വ്യവഹാരങ്ങൾ. അത് വളരെ അത് പ്രധാനമാണ്. ഈ അത് ചെറിയ സാഹിത്യത്തിൽ മാത്രമല്ല, ആ സാഹിത്യത്തിൽ മാത്രമല്ല, എല്ലാ ആ മേഖല നമുക്കറിയാം. ഒരു കാലഘട്ടങ്ങളിൽ സാഹിത്യകാരന്മാർക്ക് ഭയങ്കരമായിട്ട് എന്തിരുന്നത് ആ ഒരു എന്തിരുന്നത് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഏത് ചെയ്ത നല്ലൊരു കുക്കാണെങ്കിൽ അതെ. കിട്ടുന്നു. അതുപോലെ തന്നെ ഏത് മേഖലകളിലും ആ രീതിയിൽ വളർന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. അത് അല്ല, ഇതിനെ അങ്ങേയറ്റം ഹാർദമായി ആഘോഷിക്കുകയും സ്വാഗതം ചെയ്യുകയുമാണെന്നാണ്. കാരണം ബഷീറിന്റെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബഷീർ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ബഷീർ, പിന്നെ ഒ വിജയനും, നിങ്ങൾ പറഞ്ഞ മാർക്കേസൊക്കെ തന്നെയാണ്. വി കെ എന്നും എൻ്റേതാണ്. വി കെ എന്നിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി കെ എന്നിൻ്റെ എല്ലാ പിന്നെ കഥകളിലും ആ സമയത്തെ ലോക രാഷ്ട്രീയ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും. ഇപ്പം യുഗോസ്ലോവാക്യ ഉണ്ടായിരുന്ന ഒരു കാലത്തെ, ജനറൽ ടിറ്റോ ഉണ്ടായിരുന്ന ഒരു കാലത്തെ, ഒരു ഒരു കാലത്ത് എഴുതിയ ഒരു കവിതയിലുള്ള വി കെ എൻ ഫലിതം ഇന്നത്തെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നുള്ളൊരു പ്രശ്നം ഞാൻ വീണ്ടും വി കെ എന്നെ വായിച്ചപ്പോൾ, ഞാൻ ഈ അടുത്ത കാലത്ത് അധികാരം വീണ്ടും വായിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഈ നിങ്ങൾ പാചകത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഞാനത് എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ വേറെ സ്വകാര്യമായിട്ട് സംസാരിക്കാം. ഉം, ഏഹ്, ബഷീർ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് പിന്നെ കൈ നോക്കാൻ അറിയാം, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, പിന്നെ യാത്ര ചെയ്യാൻ അറിയാം, പല പല കുശലിപ്പണി അറിയാം, ഭക്ഷണം പാകം ചെയ്യാൻ അറിയാം, അങ്ങനെ പല പരിപാടികളും അറിയാം. ആ കൂട്ടത്തിൽ ഞാൻ അല്പം സാഹിത്യവും കാച്ചിക്കളയും എന്നാണ് ബഷീറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പാകം, ജീവിതത്തിന്റെ പാകം എന്നുള്ളത്, ഭാഷയുടെ പാകം എന്നുള്ളത്, എഴുത്തിന്റെ പാകം എന്നുള്ളത് എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. പിന്നെ ഭക്ഷണത്തിന്റെ പാകം അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഭാഷയുടെ പാകം തെറ്റിപ്പോകില്ല. ഒരു പാണ്ഡിത്യ പ്രകടനം എന്നതിനേക്കാൾ ഉപരി ഇന്ന് സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് മാറുമ്പോഴാണ് ആ കൃതികൾ കൂടുതൽ. അവനവൻ ആവിഷ്കരിക്കാനുള്ള അവകാശം Yes. എല്ലാവർക്കും ലഭ്യമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ റീലിലൊക്കെ നമ്മൾ കാണുമ്പോൾ പിന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്നില്ലേ? അതെ. ഞാൻ എൻ്റെ ഒരു കൗതുകം പറയാം. ഏറ്റവും മലയാള കഥയിൽ ഏറ്റവും ആരാധനയോടെ കാണുന്ന ഒരാൾ NS മാധവനാണ്. NS മാധവന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാണുന്നവരുടെയും പിന്നെ ഒരു റീലിൽ പിന്നെ സംസാരിക്കുന്നവരുടെയും ഏഹ്, വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഭാഷ ഉപയോഗിച്ച് തന്നെ ആളുകളോട് ഭാഷയിലെ കൗതുകങ്ങൾ വെറും ഭാഷ കൊണ്ട് മാത്രം ആവിഷ്കരിക്കുന്ന എത്രയോ, ഇവർ എഴുത്തുകാരൊന്നുമല്ല, ഇവർ സാഹിത്യകാരന്മാരോ അങ്ങനത്തെ. ഈ സാഹിത്യകാരന്റെ ബഹുമാനം എന്നൊക്കെ പറയുന്നത് വളരെ വ്യാജമായ ഒരു നിർമ്മിതിയായിരുന്നു. അതൊക്കെ തകർന്നു എന്നുള്ളതിൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. Yes, yes. അപ്പോൾ റീ റീലിലൊക്കെ കാണുന്ന മനുഷ്യന്മാരുണ്ടാക്കുന്ന ഓരുണ്ടാക്കുന്ന ആനന്ദവും ആഹ്ലാദവും, ഓരുണ്ടാക്കുന്ന ആത്മപ്രകാശനവും, ഓരുണ്ടാക്കുന്ന അഭിപ്രായ രൂപീകരണമൊക്കെ അങ്ങേയറ്റം വിലമതിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഒരു മാനസികാവസ്ഥ. പക്ഷെ അതെ, ഇതിൽ അതെ. നിലനിൽക്കുന്നത് നിലനിൽക്കാത്തത് ഏത് എന്നൊക്കെ ഉള്ളത് കാലം തീരുമാനിക്കും. അത് വേറെ കാര്യം. ഉള്ള നല്ലൊരു താല്പര്യം. നിരീക്ഷണവും അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസും ആയിരുന്നു. പക്ഷേ ഈ വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. റഫീഖ് ഓൾറെഡി 8 മണി വരെയായിരുന്നു അഗ്രി ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ടൈം ആവാനായിട്ടുണ്ട്. സോ ആർക്കെങ്കിലും മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം. ഹലോ. പറഞ്ഞോളൂ. എനിക്കറിയാനുള്ളത് ഒരു പാട്ടിന്റെ കാര്യമായിരുന്നു. റഫീഖൊക്കെ പാടിയ ഒരു പാട്ടിന്റെ കാര്യം. അതായത് ഈ അന്നയും റസൂലും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാടെ ഉപ്പാടെയും കൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് ഞാൻ 6ൽ പഠിക്കുമായിരുന്നു. അന്ന് തിയേറ്ററിൽ ആ ഇരുന്ന് നന്നായിട്ട് ആ ഉറങ്ങി. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ അന്നയും റസൂലും സിനിമ കാണുന്നത്. പിന്നെയാണ് ആ സിനിമ എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്നും എല്ലാം എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിലെ ജമ്മിലൂനി ആ പാട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പാട്ട് അന്ന് ഞാൻ സ്റ്റോറി ഇട്ടപ്പോ എന്റെ കൂടെ ഉള്ള, ഞാൻ 20 വയസ്സാണ് എനിക്കുള്ളത്, ഇതെന്ത് പാട്ടാണ്, ഇതെന്താണ് അർത്ഥം വെക്കുന്നത്, വളരെ വിയർഡാണ് ഈ പാട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ പാട്ട് വല്ലാണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അതിലെ ഓരോ വരികളാണെങ്കിലും എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്, ആ പാട്ടിലേക്കുള്ള സാഹചര്യം എനിക്കറിയാം. എങ്ങനെ ആ ഒരു പാട്ട്, അതായത് ആ നബിയുടെ ഒരു കഥ വെച്ചിട്ട് അത് കറക്റ്റ് ആ സിനിമയിൽ ആ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ എഴുതിയത്?
സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഈ എഴുത്തുകാരുമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ട ഒരു ജീവിതം, എനിക്ക് ഇല്ലാതെ പോയ ഒരു ജീവിതം, നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞൂടാ, ഇല്ലാതെ പോയ ഒരു ജീവിതം മറ്റൊരു തരത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കിഷ്ടമായ എഴുത്തുകാരുടെയൊക്കെ പിന്നാലെ പോവുമായിരുന്നു. ആ, അപ്പം മലയാള കവിതയിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, മലയാള കവിതയിൽ ഞാൻ കവിതയിലേക്ക് ആകർഷിക്കപ്പെടുകയും കവിത വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിനയേന്ദ്രൻ, ബാലചന്ദ്രൻ, സച്ചിദാനന്ദൻ, അങ്ങനെയുള്ള പല പേരുകളും കാണുന്നു. അപ്പോൾ ഞാൻ ഈ റഫീഖ് എന്നൊക്കെയുള്ള പേരുകളുള്ള ഒരാളാരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ തിരയാണ്. അപ്പോൾ യൂസുഫ് അലി കേച്ചേരിയിൽ എത്തുന്നുണ്ട്. യൂസുഫ് അലി കേച്ചേരിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ യൂസുഫ് അലി കേച്ചേരിയിൽ ഞാൻ കാണുന്നത് ഈ ബാലചന്ദ്രനും വിനയേന്ദ്രനൊക്കെ പോലെ തന്നെയുള്ള ഒരു ഭാവുകത്വം എന്ന് നമ്മൾ പറയുന്ന സംഭവമാണ്. അപ്പോഴാണ് മലയാള കവിതയിൽ പുതുമൊഴി വഴികൾ എന്ന് പറഞ്ഞിട്ട് കുറേ പുതിയ കവിതകളെ കെ.സി. നാരായണൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ അൻവർ അലി, റഫീഖ് അഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകളെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അൻവർ ഖാനെ കാണാൻ പോവാണ് വളരെ ചെറുപ്പത്തിൽ. അൻവർ അലിയെ തൃശ്ശൂർ, പാലക്കാട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഈ വെള്ളമുണ്ടും വെള്ളക്കുപ്പായവും തൊപ്പിയൊക്കെ ഇട്ട ഒരു കുട്ടി കവിതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരുന്നു എന്നത് അദ്ദേഹത്തെ അങ്ങേയറ്റം കൗതുകപ്പെടുത്തുകയും ഭയങ്കരമായിട്ട് എന്നോട് സ്നേഹമുള്ളൊരു മനുഷ്യനായി മാറുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് അറബി അറിയാം, ഈ മാലകൾ, പാട്ടുകൾ, ബൈത്തുകളൊക്കെ അറിയാം എന്നൊക്കെ അൻവർക്കാക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടായി. അപ്പം അൻവർക്കാക്ക് ഇപ്പം മൊഹീദ്ദീൻ മാല, ബദർ മാല, അങ്ങനെയുള്ള പടപ്പാട്ടുകൾ, ഇതൊക്കെ അൻവർക്കാക്ക് ഇതിനെക്കുറിച്ചൊക്കെ എനിക്കില്ലാത്ത ധാരണ ഉണ്ട്. പക്ഷേ മൂപ്പർക്ക് അതിൻ്റെ ടെക്സ്റ്റ് വായിക്കാൻ അറിയില്ല, അത് അറബി മലയാളം ആയതുകൊണ്ട്. എനിക്കിത് വായിക്കാൻ അറിയാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാവുകയും ബന്ധം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ അന്നീർ റസൂലും സിനിമ, ഞാൻ നേരെ അതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അന്നീർ റസൂലും സിനിമയിൽ രാജീവേട്ടന് അദ്ദേഹം ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ചില പാട്ടുകളുടെ മാതൃകയിൽ ഒരു പാട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ ആ പാട്ടുകൾ ഈ മെഹബൂബിൻ്റെ ഒക്കെ കാലത്ത് മട്ടാഞ്ചേരിയിലെ ഗായകർ പാടിയിരുന്ന ഈ അറബി മലയാളം പാട്ടുകളാണ്. അറബി മലയാളം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അറബി, തമിഴ്, മലയാളം പല ഭാഷകളുടെ മിശ്രിതമായ പാട്ടുകളാണ്. അപ്പോൾ മിക്സ്ഡ് ലാംഗ്വേജ് ഉള്ള പാട്ടുകൾ. അപ്പോൾ ആ തരത്തിലുള്ള പാട്ടുകൾ. അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് കേട്ട ഓർമ്മയെ രാജീവേട്ടനുള്ളൂ, പാട്ടുകളൊന്നും അറിയില്ല. അവരും അൻവർക്കയും രാജീവേട്ടനും കൂടെ പോയിട്ട് മട്ടാഞ്ചേരിയിലെ പഴയ കുറേ മനുഷ്യരെ കണ്ടിട്ട് അവരെ കൊണ്ട് ഇത് വീണ്ടും പാടിപ്പിച്ച്, ഓർമ്മയുള്ള മനുഷ്യരെ കൊണ്ട്. എന്നിട്ട് ഇതിലെന്താ പറയുന്നതെന്ന് നോക്കണമല്ലോ. അപ്പോൾ അൻവർക്കാക്ക് സ്വാഭാവികമായിട്ടും, അൻവർ അലിക്ക് സ്വാഭാവികമായിട്ടും ഇത് കേട്ടാൽ മനസ്സിലാവുന്ന ഒരാൾ ആണല്ലോ നമ്മുടെ മറ്റേ പയ്യൻ എന്ന രീതിയിൽ എൻ്റെ അടുത്ത്, അപ്പോഴേക്കും ഞാൻ ദുബൈയിൽ എത്തിയിട്ടുണ്ട്, 2010-11 കാലമാണ്. അപ്പം എനിക്കിത് അയച്ചു തന്നു. അപ്പം ഞാൻ കവിത എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്കിത് അയച്ചു തന്നിട്ട് ഞാൻ ഈ പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം പലതും ഈ ഹലീമ ബീവിൻ്റെ അടുത്ത് നബിയെ മുലയൂട്ടാൻ കൊടുത്ത സംഭവമൊക്കെ ഉണ്ട്, നമ്മൾ ഈ ഇസ്ലാമിക ചരിത്രം വായിച്ചവർക്ക് അറിയാം. അപ്പോൾ ഹലീമ ബീവിക്ക് കുട്ടിയെ കാണാതാവുക. അപ്പോൾ എന്നിട്ട് അത് മയിലിനോട്, ഹലീമ ബീവി നബിയെ കണ്ടോ എന്ന് മയിലിനോട് ചോദിക്കുക. പക്ഷെ ഇത് വേറൊരു ഭാഷ, അങ്ങനത്തെ കുറേ പാട്ടുകളായിരുന്നു. അപ്പോൾ ഈ പാട്ടുകളുടെ അർത്ഥമൊക്കെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായപ്പോൾ ഞാനത് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മുടെ സിനിമയിൽ ഇതേപോലത്തെ ഒരു പാട്ട് വേണം, ഈ ഭാഷയിലുള്ള ഒരു പുതിയ പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പാട്ടുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ പാട്ട് ധാരാളം കേൾക്കും, പക്ഷേ സംഗീതത്തിൻ്റെ ഒരു മീറ്റർ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, താളം. എൻ്റെ സംഗീതം തന്നെ ഒരു അവതാളമാണ്. അപ്പോൾ പാട്ട് എഴുതുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിങ്ങനെ നീണ്ടുപോയി. പക്ഷേ എപ്പോഴും ഇങ്ങനെ പലരും, ഇപ്പോൾ അജി.പി. മങ്ങാടിനെ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇക്കാക്കന്മാരായിട്ട് കാണുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അൻവർക്ക് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് മെയിൽ അയക്കും പാട്ടെന്തായെന്ന് ചോദിച്ചിട്ട്. പിന്നെ മലയാള സിനിമയുടെ ഒരു രൂപമൊക്കെ മാറാൻ പോകുന്ന ഒരു സിനിമയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സിനിമയിലാണ് നിനക്ക് ഒരവസരം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, എന്നിട്ട് എന്താ നീ ഉപയോഗിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കിത് ഉപയോഗിക്കണം, പക്ഷേ എനിക്ക് പാട്ട് എഴുതി പരിചയമില്ല, പാട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ അത് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷേ ഈ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരാളുടെ പ്രണയം,
അയാളുടെ പ്രണയം ഇല്ലാതാവുന്നത്, പിന്നെ അതിൽ മരണമുണ്ട്. മരണവും പ്രണയവും വിരഹവും മരണവും വേണം. പിന്നെ പൊന്നാനിയുടെ ഒരു മട്ടാഞ്ചേരിയിൽ നിന്ന് പൊന്നാനിയിലേക്കാണ് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ പാട്ടിൽ പൊന്നാനിയുടെ ഒരു സാംസ്കാരിക അന്തരീക്ഷം, അതിന്റെ ചിഹ്നങ്ങൾ പാട്ടിൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് അതും കൊണ്ട് കുറേ കാലം നടന്ന്, പിന്നെ നമുക്കൊക്കെ ഉണ്ടാവൂലേ ഇങ്ങനെ നഷ്ടപ്പെട്ട പ്രണയങ്ങളും നമ്മൾ പ്രണയമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ശ്രമിച്ചപ്പോഴാണ് ഈ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ പഠിക്കുന്ന സമയം മുതലേ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ചില വാക്കുകളിൽ നമ്മൾ വീണ് പോകൂലേ. ആ, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാണ്, വാക്കുകളിൽ വീണ് പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ സമ്മിലൂനി എന്നുള്ള വാക്കിൽ ഞാൻ ചെറുപ്പത്തിലേ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പിന്നെ നബി പറയാണല്ലോ ഈ പ്രവാചകത്വത്തിൻ്റെ മുഹൂർത്തത്തിൽ. അപ്പം ഭയവിഹ്വലനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ലോകരക്ഷ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തന്നിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്ന ഒരു പിന്നെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീയുടെ അടുത്ത് പോയിട്ട് എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറയുമ്പോൾ അതൊരു പുതപ്പല്ലെന്നും അത് പ്രണയത്തിനുള്ള അഭ്യർത്ഥനയാണെന്നൊക്കെ ആ കാലത്തെ എൻ്റെ ഒരു ധാരണയാണ്. അപ്പോൾ ആ വാക്കിനോട് അങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ട്. പിന്നെ ഈ നമ്മൾ മരിച്ച ആളുകളെയാണല്ലോ പുതപ്പിക്കുക, സത്യത്തിൽ വെള്ള പുതപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം ഈ പ്രവാചകത്വത്തിൻ്റെയും ഒക്കെ ലോകരക്ഷയുടെയൊക്കെ ഈ ഉത്തരവാദിത്വം വന്നു ചേരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഞാൻ മരിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് റസൂല് ഖദീജയോട് പറയുന്നത്. ഇനി ഞാൻ നിന്റെ പിന്നെ പ്രിയതമനായിരുന്ന മനുഷ്യൻ മാത്രമല്ല, ഞാൻ ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലോ എന്തൊക്കെയോ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിലേ എനിക്കുണ്ട്. അത് ഞാൻ കുറച്ച് അറബി കവിതകളും അതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാലത്തും. അപ്പോൾ ആ വാക്കിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ രാജീവേട്ടൻ അൻവർക്കൊക്കെ കൂടിയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ട പാട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയിലെ പ്രണയാനുഭവവും ഒക്കെ കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഈ വാക്ക് സത്യത്തിൽ മതപണ്ഡിതന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ വാക്ക് ഒരു സിനിമാ പാട്ടിൽ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ വാക്കിൽ പ്രവാചകന്റെ എല്ലാ നനവും ആർദ്രതയും കാരുണ്യവും ദാഹവും ഒക്കെ ഉണ്ട്. അത് പറയേണ്ട ഒരു പൊതുസ്ഥലം, അത് പറയേണ്ടത് ഒരു മതസ്ഥലത്തല്ല, ഒരു പൊതുസ്ഥലത്താണെന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് ആ പാട്ടിൽ ആ വാക്ക് വേണമെന്ന് ഞാൻ തീരുമാനിക്കുകയും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന ഏത് വഴക്കും ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾക്കേ അതിൽ നീരസം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ പാട്ടുണ്ടാകുന്നത്. ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഈ അറബി മലയാളം പാട്ടിൻ്റെ അവരെനിക്ക് അയച്ചു തന്ന പാട്ടിലുണ്ടായിരുന്ന ഭാഷയുടെ എൻ്റേതായ ഒരു വേർഷൻ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ചുണ്ടാക്കിയതാണ്. ആ പാട്ടിലെ വരികൾ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഞാൻ പാട്ട് പാടാൻ വർക്ക് ചെയ്യുന്നതെന്ന് ചില ആളുകളെ കൂടെ ഇരുന്ന് എന്നോട് ഭയങ്കര സ്നേഹമുള്ള ചില മ്യൂസീഷ്യൻസ് സത്യം പറഞ്ഞാൽ അവർ മുൻകൈ എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ പാട്ടുകൾ എഴുതുന്നത്. ഞാൻ കുറേ പാട്ടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ആകെ 4-5 പാട്ടുകളുള്ളൂ. പക്ഷേ എഴുതിയ 3-4 പാട്ടുകൾ പിന്നെ ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഒരു പാട്ടെഴുത്തുകാരൻ കൂടി ആയതാണ്. ഞാൻ ഈ പാട്ട് വായിക്കാം. ജമ്മിലൂനി എന്നാണ് ഞാൻ പറഞ്ഞ ആ വാക്ക്. അതിൻ്റെ അർത്ഥം എന്നെ കെട്ടിപ്പിടിക്കൂ, കവർ മീ എന്നൊക്കെയാണ്, ഹോൾഡ് മീ എന്നൊക്കെയുള്ള. കിസ്സകളിൽ ഇഷ്കിൻ്റെ അജബുകൾ ഓതിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്ത് എന്ന്. എൻ്റെ ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിലൊക്കെ ഈ പാട്ട് പാടാൻ അതാണ് ആ ഇമേജറി എന്നാണ് ഞാൻ ഈ സാധനം ഉണ്ടായിരുന്നത്. എൻ്റെ ഉപ്പാപ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ വീടുകളൊക്കെ അറിയായിരിക്കും, നമ്മുടെ വടക്കേ മലബാറിൽ ഏതായാലും ഉറപ്പായിട്ടുണ്ട്. ഈ മുട്ടുന്ന ഈ ചെറിയ സംഗീത ഉപകരണങ്ങളായിട്ട് ആളുകൾ വീടുകളിൽ വന്ന് പാട്ട് പാടും. നമ്മൾ ഈ ഫക്കീറന്മാരെന്നൊക്കെ പറയും. ഒടുവിലിൻ്റെയൊക്കെ കഥാപാത്രങ്ങളില്ലേ, അതുപോലെ അതിൻ്റെ ഒരു മുസ്ലിം വെർഷൻ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഖലീഫമാർ എന്നാണ് വിളിക്കല്. പിന്നെ ഓരോ ഈ അജ്മീർ അങ്ങനെയൊക്കെയുള്ള ദർഗകളുടെ പ്രതിനിധികളായിട്ട് വരുന്നത് കൊണ്ടാണ് ഓരോ ഖലീഫമാർ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ പാട്ടിൽ മീറ്റർ വെക്കാത്തതുകൊണ്ടാണ് ഞാൻ ഖലീഫമാരെ ഔലിയ എന്നാക്കിയത്. എനിക്ക് ആ കവിതയിൽ ഖലീഫമാർ എന്ന് എഴുതുമ്പോൾ എനിക്കൊരു സുഖം കിട്ടിയില്ല. അപ്പം ഈ കഥകൾ അവർ കഥകളാണ് പാടുക. അപ്പോൾ കഥകളിൽ പ്രണയത്തിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞ ഈ പുണ്യാളന്മാർ പ്രണയം മരണമാണെന്ന് പറഞ്ഞില്ല. കിസ്സകളിൽ ഇഷ്കിൻ്റെ അജബുകൾ ഹൊദിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്തെന്ന്. ആലമിൽ ഇരവും പകലും, ആലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് പറയുന്നതാണ്. ആലമിൽ ഇരവും പകലും, രാവും പകലും ആപത്തിൻ്റെ തിരപൊന്തും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹർ മുഹബത്ത്, ആപത്തിൻ്റെ തിരപൊന്തുന്ന കടലാണ് പ്രണയം. പ്രപഞ്ചത്തിൽ രാവും പകലും ആപത്തിൻ്റെ തിരപൊന്തുന്ന കടലാണ് പ്രണയം. കൽബോ മുസീബത്ത്, ഹൃദയമാണെങ്കിൽ വലിയ അപകടത്തിലുമാണ് എന്ന ഒരു സാധനം. നിലാവിൻ്റെ കിബറ് കൂട്ടും ഹൂറി എൻ്റെ ഹൂറി. അത് ഈ ഞാൻ മലയാള സാഹിത്യം ഇങ്ങനെ പഠിച്ചപ്പോഴൊക്കെ ഈ സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലതരത്തിൽ പറയൂലേ. അപ്പം ഞാൻ അതൊന്നും ഇല്ലാത്തൊരു സാധനം സങ്കല്പിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ നിലാവിൻ്റെ കിബറ് കൂട്ടും എന്ന് പറഞ്ഞാൽ ഈ ഇവളോട് മത്സരിക്കണമെങ്കിൽ ചന്ദ്രൻ നിലാവ് എന്ത് ചെയ്യും, കുറച്ചും കൂടെ അഹങ്കരിക്കും, കുറച്ചും കൂടെ കിബറിൽ വന്നാലേ ഇവളോട് മത്സരിക്കാനാവുള്ളൂ. നിലാവിൻ്റെ കിബറ് കൂട്ടും എൻ്റെ ഹൂറി, അക്കരെ നിന്റെ കാനോത്ത്. കാനോത്ത് കല്യാണത്തിന് പറയുന്നതാണ്, അക്കരെ നിക്കാഹിന്. അക്കരെ നിന്റെ കാനോത്ത്, ഇക്കരെ നമ്മുടെ മുഹബത്തിൻ്റെ മയ്യത്ത്. അവിടെ ആൻഡ്രിയയുടെ കല്യാണം നടക്കുകയാണ്. ഇവിടെ ഫഹദ് ഫാസിൽ ഈ അവരുടെ പ്രണയത്തിൻ്റെ ശവശരീരത്തിന് കാവലിരിക്കുകയാണ് പൊന്നാനിയിൽ. ഈ പൊന്നാനി എന്ന് പറയുന്നത് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ നിറയെ മക്ബറകളാണ്. അപ്പോൾ പൊന്നാനിയുടെ ഒരു ചിഹ്നം വേണമെന്നൊക്കെ രാജുവേട്ടനൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അപ്പുറത്ത് കല്യാണം, ഇപ്പുറത്ത് അവരെ പ്രണയത്തിൻ്റെ മയ്യത്ത്, പിന്നെ എൻ്റെ കൽബദിന് മക്ബറ. ആ പ്രണയത്തിൻ്റെ മയ്യത്തിന് ഇനി എൻ്റെ ഹൃദയം ശവകുടീരമായി മാറും. അതാണത്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട പാട്ട് എഴുതിയ ഒരു പാട്ടുകാരനുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. പാട്ട് സാറ് വിശദീകരിച്ചപ്പോഴാണ് ഇപ്പൊ മനസ്സിലായത് അർത്ഥങ്ങള്. ഓക്കെ, അപ്പം അതെനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് അതോടുകൂടി നമുക്ക് ക്ലോസ് ചെയ്യാം. സോ റഫീഖ, ഒരുപാട് നന്ദി. കാരണം വളരെ ഷോർട്ട് നോട്ടീസിലാണ് റഫീഖയോട് കാര്യം പറയുന്നു. റഫീഖ തരാൻ സമ്മതിക്കുന്നു. അതിൽ എൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എൻ്റെ ടീം ലേണേഴ്സിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മാറി വരുന്ന ഭാവനയെ പറ്റി, അതായത് കുട്ടികൾക്കുള്ളതും അതുപോലെ പണ്ടത്തെയും ഇപ്പോഴത്തെയും വന്നിരിക്കുന്ന വ്യത്യാസങ്ങളെ പറ്റിയും പഠിക്കുന്നതിനും അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനും ഒക്കെ തന്നെ വന്നിട്ടുള്ള അല്ലെ വായന സംബന്ധിച്ച് മറ്റൊരു കാഴ്ചപ്പാട് തന്നെയാണ് റഫീഖ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് റഫീഖ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയും അതുപോലെ കല ജനകീയമായതിനെ പറ്റിയും ഉള്ള കുറെ കൂടെ കാഴ്ചപ്പാടുകളും അതുപോലെ അത് സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ, വളരെ ലളിതമായി പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിനൊരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സും എനിക്ക് തോന്നുന്നു അവർക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾക്കും അതുപോലെ അറിയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ഒരു വായനാ ദിനത്തിൽ വായനയെ പറ്റിയും അത് സംബന്ധിച്ചുള്ള സാഹിത്യത്തെ പറ്റിയും എല്ലാം തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനും, ഇനി എല്ലാവരും റഫീഖ പറഞ്ഞ പോലെ അവരവരുടെ ഭാഷയിൽ എല്ലാവരും സാഹിത്യകാരന്മാരാണ്, സാഹിത്യകാരികളാണ്. അപ്പം എല്ലാവരും അവരവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഓരോരോ കവിതകൾ എഴുതുക. ഇന്ന് എഴുതണം എന്നില്ല, നിങ്ങൾക്ക് എപ്പോഴൊക്കെ സാധിക്കുമോ അപ്പോഴൊക്കെ തന്നെ ഓരോരോ കവിതകൾ എഴുതാൻ ശ്രമിക്കുക. കാരണം റഫീഖ പറഞ്ഞത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് എന്തും എഴുതാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കവിത എഴുതി ശ്രമിക്കാവുന്നതാണ്, നോക്കാവുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക് യു റഫീഖ. നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ ജോയിനിങ്.